കൊട്ടിക്കലാശം ആവേശഭരിതമാക്കി മധ്യമേഖലയിലെ രാഷ്ട്രീയ മുന്നണികൾ. കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ശുഭപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. മധ്യമേഖലയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഇടതു ക്യാമ്പിലെ പ്രതീക്ഷ. 1.5 മാസത്തോളമായി നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിനാണ് ഒടുവിൽ തിരശ്ശീല വീണത്. മധ്യമേഖലയിലും കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. തൃപ്പൂണിത്തുറ പൂത്തോട്ടിയിൽ നിന്നാണ് എറണാകുളം ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ അവസാനഘട്ട വാഹന പര്യടനം ആരംഭിച്ചത്. വിവിധ നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോയ വാഹനജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. വൈകിട്ട് പാലാരിവട്ടം ജംഗ്ഷനിൽ നടന്ന പരസ്യ പ്രചാരണത്തിന് ആവേശ സമാപനം. താളമേളങ്ങളും പൂക്കാവടികളും ചെങ്കൊടികളും കൊണ്ട് നിറഞ്ഞതായിരുന്നു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതു കൊട്ടിക്കലാശം. തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് അങ്കമാലിയിലെത്തിയ ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന് ലഭിച്ചത് ഉജ്ജ്വല വരവേൽപ്പ്. പൂരനഗരിയിലെ തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കേറിയത് സ്വരാജ് റൗണ്ടിലെ വിവിധ ഇടങ്ങളിലായിരുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ LDF നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ സ്വീകരിച്ചു. ശേഷം ജോസ് തിയേറ്ററിന് മുന്നിൽ കൊട്ടിക്കലാശം. ഇടുക്കി ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് പ്രവർത്തകരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിച്ചത് ഊഷ്മള സ്വീകരണം. ഉച്ചയ്ക്ക് ശേഷം ചെറുതോണിയിൽ നിന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്ത റോഡ് ഷോ നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് കട്ടപ്പന ടൗണിൽ എത്തിച്ചേർന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കട്ടപ്പനയിൽ നടന്ന ഇടതു കൊട്ടിക്കലാശത്തിന് അണിചേർന്നത്. ആലപ്പുഴ ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന്റെ കൊട്ടിക്കലാശം ആലപ്പുഴ നഗരത്തെ ചെങ്കടലാക്കിയപ്പോൾ മാവേലിക്കര LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ ചെങ്ങന്നൂരിൽ നടന്ന കൊട്ടിക്കലാശത്തിന് പതിനായിരങ്ങൾ സാക്ഷിയായി. പുതുപ്പള്ളിയിൽ നിന്നായിരുന്നു കോട്ടയം ഇടതു സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ റോഡ് ഷോ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഇരുചക്ര വാഹനങ്ങളുടെയും മറ്റു വാഹനങ്ങളുടെയും അകമ്പടിയോടെ കോട്ടയം തിരുനക്കരയിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. ആവേശകരമായ സ്വീകരണമാണ് ഇടതു സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.